സാങ്കേതികമായിട്ട് എൻ്റെ നേതാക്കന്മാർ എന്നെ മനസ്സിലാക്കിക്കൊണ്ട് കണ്ട ഒരു അച്ചടക്കമായാലും എൻ്റെ ചില നിഷ്ഠകളായാലും അതിനകത്ത് ഈ മുൻശുണ്ടി ഇവിടെ പലരും സൂചിപ്പിച്ച് ആ ക്വാളിറ്റി എന്നോട് മോദിജി പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഗുസ്സ തോട കംകൽ. ഞാൻ പറഞ്ഞു असाध्यമാണ്. ये नहीं चलेगा. अगर मैंने ये गुस्सा छोड़ दिया तो मैं मर गया. എനിക്ക് ഇങ്ങനെ ജീവിക്കണം. ഇതാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. ഞാൻ ഷാജിയെ വിളിച്ചിവിടെ സംസാരിക്കണമെന്ന് പറഞ്ഞതിനകത്ത് കൃത്യമായ ഡിസൈനുണ്ട്. ഷാജി പറയണം, ഷാജി ഇതിന് ഉത്തരവാദിയാണ്. റഞ്ജി പണിക്കർ അതിനേക്കാൾ വലിയ ഉത്തരവാദിയാണ്. ജീവിതത്തിൽ കമ്മീഷണർ ചെയ്യുന്നത് വരെ ഞാൻ ആരെങ്കിലും ഒന്ന് ഇച്ചിപ്പോന്നോ പോടാന്നോ ഉള്ള വാക്കുകൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ അമ്മ എപ്പോഴും പറയും, എന്തോ ഒരു നല്ല പൊന്നുമോനായിരുന്നു. ഇപ്പൊ മനസ്സിലായില്ല. എന്നെ തല്ലാൻ ആളെ അയച്ചിട്ടുള്ള ആളാണ് സുരേഷ് കുമാർ. ഞാൻ ചെയ്യാത്ത തെറ്റ് അതിനെ സംബന്ധിച്ച് ഇപ്പോഴൊക്കെ ചുമ്മാ ഈ ജാതിയുടെ അടിസ്ഥാനത്തിൽ ചില ആരോപണങ്ങൾ വരുന്നുണ്ട്. എന്തോ റഹ്മാന്റെ തല്ല് കൊള്ളാൻ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എൻ്റെ തല്ല് കൊള്ളാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞവരുടെ തല്ലല്ല, അവരുടെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അത് ഇനിയും അങ്ങനെ തന്നെയാണ്. അത് മാത്രമാണ് അന്നുണ്ടായത്. അത് പറഞ്ഞതിന് അന്ന് റഹ്മാനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന സുരേഷ് കുമാർ അവനങ്ങനെ പറഞ്ഞു, അവൻ നായരാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല, ഇവിടെ ആളാണ് പടിയുന്നില്ല എന്ന് പറഞ്ഞ മഹാനാണ് ഇന്ന് തിരുവനന്തപുരത്ത് കേരളത്തിൽ മുഴുവൻ എൻ്റെ ഇരട്ട സഹോദരനായിട്ട് അറിയപ്പെടുന്ന ഈ സുരേഷ് കുമാർ. അന്നും റൂമിനകത്ത് പേടിച്ചിരുന്ന് ഫോണെടുത്ത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇതാണ് സംഭവിച്ചതെന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് കമ്മീഷണറിലൂടെ ഞാൻ ഇവോൾവ് ചെയ്തെങ്കിൽ ഇന്ന് സുരേഷ് കുമാർ അങ്ങനെ ആളിനെ വിട്ടാൽ ആ ആൾക്കാരെ ഞാൻ തല്ലി ഒടിക്കും. സുരേഷ് കുമാറിൻ്റെ നെഞ്ചിൽ ഞാൻ ഇടിച്ച് തലക്കും. അതിലേക്ക് എന്നെ വളർത്തിയത് ഈ റഞ്ജി പണിക്കരുടെ പേനയിലിരിപ്പും അവൻ്റെ കയ്യിലിരിപ്പുമാണ്. അപ്പോ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഒരുപക്ഷെ അതൊരു ദുഷ്ടലാക്കോടെയുള്ള ഒരു ആരോപണമാണ്. ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ കാണുന്ന ആളല്ല യഥാർത്ഥ ആള്. ഒന്നെന്നെ സൈസ് ഔട്ട് ചെയ്യേണ്ടത് എതിർ രാഷ്ട്രീയ വക്ര പ്രതിഷ്ഠകളുടെ അത്യാവശ്യകതയാണ്. ഞാൻ എന്തല്ലയോ അതാണ് എൻ്റെ ഏറ്റവും വലിയ വലിപ്പത്തിലുള്ള രൂപം, ഭാവഭേദങ്ങൾ എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ സമൂഹത്തിൽ അങ്ങനെ ഒരു ദുഷ്ടലാക്കിന് ശക്തി കൂടി വന്നപ്പോൾ അതിലെ വക്രം മനസ്സിലാക്കിയ ജനതയാണ് എൻ്റെ ദൈവം. മനസ്സിലാക്കിയ ജനതയാണ് എൻ്റെ ദൈവം. അവർക്ക് രാഷ്ട്രീയമേ ഇല്ല, അവർക്ക് ആർക്കും രാഷ്ട്രീയമില്ല. എൻ്റെ കുടുംബബന്ധം, എൻ്റെ കുടുംബം എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന് എനിക്ക് 5 മക്കളെ സമ്മാനിച്ച എൻ്റെ ഭാര്യയെ ചോദ്യചിഹ്നമാക്കി മാറ്റുന്ന തരത്തിൽ ഒരു വക്ര ഭരണ രാഷ്ട്രീയ നീക്കമുണ്ടായപ്പോൾ അന്നാണ് എനിക്ക് സ്ത്രീപക്ഷത്തു നിന്ന് ഇത്രയും ശക്തമായ ലോകമെമ്പാടുമുള്ള മലയാളികളും ഭാരതീയരും എൻ്റെ പിന്നിൽ അണിനിരന്നെങ്കിൽ ഞാൻ ആരോടാണ് നന്ദി ചൊല്ലേണ്ടത്?